Hi dears, welcome back to my YouTube channel. Super Mom Series in Fabiana. Hope you all are doing great. എന്തായാലും ഒരു വാക്ക് പാലിക്കാൻ പറ്റിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞാൻ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പ്രകാരം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം മിഞ്ഞാന്നാണ് ഞാനൊരു വീഡിയോ ഇട്ടത്. അതിനുശേഷം ഇപ്പോൾ ഇതാ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ തന്നെ നെക്സ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ എന്നും ഇടാൻ പറ്റിയാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു. അപ്പം നാട്ടിൽ വന്നതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ വ്ളോഗ്. ഗ്രോസറി ഫില്ലിങ്, കുക്കിങ്ങും പിന്നെ അങ്ങനെ അതായത് ഒരു ദിവസത്തെ ചെറിയ ചെറിയ ഗ്ലിംസസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് ഇന്നത്തെ വ്ളോഗ്. ഒരു 15 days ബാക്കായിരുന്നു നമ്മൾ UAE തിരിച്ചു പോയത്. പെട്ടെന്ന് തന്നെ തിരിച്ച് വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നോർമലി ഫ്രിഡ്ജിൽ കയറ്റി വെക്കാറാണ്. പക്ഷേ ഇപ്രാവശ്യം അധികമൊന്നും എടുത്ത് ഫ്രിഡ്ജിൽ വെക്കേണ്ട വന്നിട്ടില്ല. അതുപോലെ അത്യാവശ്യമുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിന് പുറമേയുള്ള ഐറ്റംസൊക്കെ വാങ്ങി. അതൊക്കെ തലേന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ തലേന്ന് തന്നെ എല്ലാം ഏകദേശം ഒന്ന് സോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. വെജിറ്റബിൾസൊക്കെ ബോക്സിലേക്ക് ആക്കാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പെൻഡിങ് ആയിരുന്നു. അത് രാവിലെ തന്നെ എണീറ്റപ്പം ഫസ്റ്റ് ഞാൻ അത് ചെയ്തു. കാരണം കിച്ചണിലെല്ലാം അങ്ങ് ഇട്ടിട്ട് പോയി കിടന്നതാണ്. രാത്രി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പണികളൊക്കെ കഴിയുമ്പോഴേക്കും. എന്നിട്ട് രാവിലെ അത് കഴിഞ്ഞിട്ട് ചായക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പലരും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ, വീടടിച്ച് പോകുമ്പം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം പിന്നെ കൂടുതൽ ആൾക്കാരും നാട്ടിൽ വീട് വെച്ചിട്ട് നമ്മൾ പോകുന്ന പോലെ പോകുന്നവരാണ്. അപ്പം ഇനിയിപ്പോൾ പുതിയതായിട്ട് വീട് എടുക്കുന്നവർക്കും അതൊക്കെ ഓർത്തിട്ടുള്ള ടെൻഷൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അൽഹംദുലില്ലാ വീട് കൂടിയത് മുതൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വരാൻ പറ്റാറുണ്ട്. ഒരു 3 months ഗ്യാപ്പിൽ വരാൻ പറ്റുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനൊരു വീട് ഒരു പഴയതായൊരു ഫീലോ ഒന്നുമില്ല. നാട്ടിൽ വന്നതിന് ശേഷം ഒരു 2 ദിവസം നല്ല പണികളാണ്. അപ്പോൾ ആരെങ്കിലും ഹെൽപ്പിനെ വിളിച്ചിട്ട് ഞാനും അവരും കൂടിയിട്ട് എല്ലാം ഒന്ന് ക്ലീനാക്കും. മഴക്കാലത്ത് പൊതുവെ അങ്ങനെ പൊടിയും മണ്ണൊന്നും ഉണ്ടാവില്ല. വേനലിലാണ് അത്യാവശ്യം നല്ല രീതിയിൽ വീടിനകത്തേക്ക് പൊടികൾ കയറാം. മഴയാകുമ്പം അങ്ങനത്തെ ഒരു ടെൻഷനില്ല. പക്ഷെ എന്നിരുന്നാലും മഴക്ക് നമുക്ക് ഫേർണിച്ചറിലൊക്കെ ചെറിയ രീതിയിൽ ഈ പൂപ്പലൊക്കെ വരുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എപ്പോഴും ഇല്ല, എന്നാലും അതെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുക. ഓരോ തവണ വരുമ്പോൾ അതെല്ലാം ചെയ്യാറുണ്ട്. ഓരോ തവണ വരുമ്പോഴും എല്ലാ മുക്കിലും മൂലയിലും നമ്മുടെ കണ്ണെത്തണം. അങ്ങനെയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ ഒരുപാട് കാലം നമുക്കിതുപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. പുതിയ വീടിൻ്റെ അതേ ഫീൽ തന്നെ എനിക്കിപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് കയറുമ്പം ആ പുതിയ സ്മെല്ലൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ, 1 വർഷം കഴിയുമ്പം തന്നെ വീട് അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ. പക്ഷേ നമ്മളങ്ങനെ നോക്കുന്നത് കൊണ്ടായിരിക്കാം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും അൽഹംദുലില്ലാ ഇല്ല. കഴിഞ്ഞ ദിവസം ഹസ്ബൻഡ് ഒരു റിലേറ്റീവ് ഹൗസ് വാമിങ്ങിന് വന്നതിന് ശേഷം പിന്നെ അവരിപ്പോഴാണ് ഇവിടെ വരുന്നത് കേട്ടോ. അതായത് നമ്മളിപ്പം വീട് കൂടിയിട്ട് ഏകദേശം 3.5 വർഷം കഴിഞ്ഞു. അതിനുശേഷം അവർ വീണ്ടും വരുന്നത് ഇപ്പോഴായിരുന്നു. ലാസ്റ്റ് ടൈം ഞങ്ങൾ നാട്ടിൽ വന്ന സമയത്ത്. അപ്പോൾ വീട്ടിൽ കയറിയപ്പോൾ അവർ പറയുന്ന ആ കൂടിയിട്ടുള്ള ആ ടൈമിലുള്ള അതേ ഫീൽ തന്നെ ഉണ്ട്. ഇതെങ്ങനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കാര്യങ്ങൾ സിമ്പിളൊന്നുമല്ല. അത്രയും എഫേർട്ട് എടുത്ത് നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല. പക്ഷെ അത് എന്താ പറയുക, മടി പിടിച്ച് നമ്മൾ ഒന്നും ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് മാത്രം ചെയ്യിപ്പിച്ച് നീങ്ങുകയാണെങ്കിൽ എന്തായാലും കാര്യങ്ങൾ ഇതുപോലെയൊന്നും ആയിരിക്കില്ല. ചെറിയ ചെറിയ മെയിൻ്റനൻസ് വർക്ക്സൊക്കെ ഉണ്ട് കേട്ടോ, തീരെ ഇല്ല എന്നൊന്നും പറയുന്നില്ല. കാരണം ഞങ്ങൾ അടച്ചിടുന്നത് കൊണ്ട് തന്നെ അവിടെ ഇവിടെയെല്ലാമായിട്ട് ചെറിയ രീതിയിൽ ചെയ്തലും പൂപ്പൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഓരോ തവണ വരുമ്പോഴും എന്തെങ്കിലും അങ്ങനെയുള്ളതെല്ലാം അപ്പം തന്നെ അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യും. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ആ പുതുമയോടുകൂടി തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. വെജിറ്റബിൾസൊക്കെ അതിനിടയിൽ ബോക്സസിലേക്ക് മാറ്റി. എനിക്ക് അങ്ങനെ ആകുമ്പം കുറച്ചുകൂടി ഈസിയാണ് നമുക്ക്. എൻ്റെ കുക്കിംഗ് എന്ന് പറയുന്നത് കുറേ ടൈം എടുത്ത് പോയി ചെയ്യുന്നൊരു സംഭവമല്ല. ലാസ്റ്റ് മിനിറ്റ് പോയി ചടപട കുക്ക് ചെയ്ത് ഇറങ്ങാറാണ് പതിവ്. അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുക്കിങ്ങും എളുപ്പമാക്കാൻ പറ്റും, ടൈം സേവ് ചെയ്യാൻ പറ്റും. നാട്ടിൽ വന്നാലും എപ്പോഴും ബിസി തന്നെയാണ്. കാരണം ഞാൻ എന്തെങ്കിലുമെല്ലാം പണികളും കൊണ്ടായിരിക്കും ഇവിടെ വരുന്നുണ്ട്. ഇത്തവണ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എനിക്കിവിടെയുള്ള ടാസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ കൂടെ പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അത് അത്യാവശ്യം ഉണ്ടാവും. ആദ്യത്തെ 2 ദിവസം ഒന്നും പറയണ്ട, എന്തായാലും അതിനായിട്ട് മെനക്കെടേണ്ടി വരും. അതുപോലെ പോകാൻ നേരത്തും അതിൻ്റെ ലാസ്റ്റത്തെ ഒരു 4-5 days ഇത് തന്നെ പണി.
പിന്നെ എന്തെങ്കിലും പേപ്പർ വർക്കോ കാര്യങ്ങളോ അങ്ങനത്തെ എല്ലാം അതും ഉണ്ടാവും. പിന്നെ റിലേറ്റീവ്സിൻ്റെ അടുത്ത് പോക്ക്, കല്യാണങ്ങൾ, മറ്റ് ഫങ്ഷൻസ്, ഇങ്ങനെയെല്ലാം ആയിട്ട് എപ്പോഴും ബിസി തന്നെയാണ്. പക്ഷെ രസമാണ് എന്തായാലും, അവിടെ ആയാലും ഇവിടെ ആയാലും. ഞങ്ങൾ 15th ശേഷം വരാനായിരുന്നു പ്ലാൻ. പക്ഷെ മോനിക്ക് സെക്കൻഡ് സാറ്റർഡേ മാത്രമാണ് ലീവ്. അവനിവിടെ നാട്ടിലാണല്ലോ പഠിക്കുന്നത്, കോഴിക്കോടാണ് പഠിക്കുന്നത്. അപ്പോൾ അവൻ ഈ സെക്കൻഡ് സാറ്റർഡേ വരുമ്പം ഞാനിവിടെ ഉണ്ടാകുമ്പോൾ അവനിക്കൊരു സന്തോഷമായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് അവനക്ക് കണക്കായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തത്. എങ്കിലും ഭയങ്കര പീക്ക് ടൈമാണ്, നല്ല റേറ്റൊക്കെ ഉള്ള സമയമാണ് ഈ ഒരു 10th 15th വരെ ഭയങ്കര എക്സ്പെൻസീവാണ് ഇപ്പോൾ ടിക്കറ്റ്സ്. പിന്നെ അവനക്ക് വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ ആകെ 2 ദിവസം ഇവിടെ ഉണ്ടാകും, ശനിയും ഞായറും. ഞായറാഴ്ച ഈവനിങ്ങിൽ അവൻ പോവുകയും ചെയ്യും. അപ്പം അവൻ വരുന്നതിന് മുൻപേ ഗ്രോസറി എല്ലാം കളക്ട് ചെയ്തു. അവൻ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഹോസ്റ്റലിലെ ഫുഡല്ലേ, അത് എന്തായാലും എത്രത്തോളം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാമല്ലോ. അപ്പോൾ സംസാരത്തിനിടയിൽ നമ്മുടെ പച്ചക്കറിയെല്ലാം ഫില്ല് ചെയ്ത് അതെല്ലാം ഓരോ സ്ഥാനങ്ങളിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് റൂം ഫ്രഷ്നസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഓരോ സ്ഥാനങ്ങളിലേക്ക് വെക്കണം. ഓഡോണിലിൻ്റെ ഫ്രഷ്നസ് ആയിരുന്നു ഞാൻ വാങ്ങിയത്. അത് എപ്പോഴും നല്ല ക്വാളിറ്റി ആണല്ലോ. അപ്പോൾ അതിൻ്റെ തന്നെ ജെൽ ടൈപ്പ് കണ്ടിട്ട് ഞാൻ കഴിഞ്ഞ തവണ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അടിപൊളി സാധനമാണ്. അപ്പോൾ നമ്മുടെ ഹാളിലേക്ക് ഒരെണ്ണം വെച്ച് കൊടുത്തു. ജെല്ലെന്ന് പറയുന്നത് നമുക്ക് ശരിക്ക് 1 month മുകളിൽ അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തോട്ടെ. നമുക്ക് റൂമിലേക്കൊക്കെ അടിപൊളി സാധനമാണ്. നമുക്ക് അത് അവിടെ വെച്ചിട്ട് ക്ലോസ് ചെയ്ത റൂമൊക്കെ ആണെങ്കിലല്ലേ ആ മണം എപ്പോഴും ഉണ്ടാവും. ഞങ്ങൾ UAE പോയിട്ട് തിരിച്ച് ഇപ്പോൾ വന്ന സമയത്ത് വീട് ഓപ്പൺ ചെയ്യുമ്പോഴും ആ ഒരു സ്മെല്ലുണ്ടായിരുന്നു, റൂമിലുള്ളതും അതുപോലെ തന്നെ. പക്ഷേ ഏകദേശം തീർന്നിട്ടുണ്ടായിരുന്നു, എന്നിരുന്നാലും ആ സ്മെല്ല് അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങിച്ചിട്ട് യൂസ് ചെയ്തോളൂ. പക്ഷേ ഈ ബാറ് ഒരുപാടൊന്നും ലാസ്റ്റ് ചെയ്യുന്നൊന്നുമില്ല. അത് ഏകദേശം ഒരു 15 days ആകുമ്പം തന്നെ അത് ഉരുകി തീരുന്നുണ്ട്. മേ ബി ഞാൻ അതിൻ്റെ പാക്കറ്റ് ഫുള്ളായിട്ട് മാറ്റിയിട്ട് വെക്കുന്നത് കൊണ്ടാവാം പെട്ടെന്ന് തീർന്നു പോകുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചാൽ ചിലപ്പം കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുമായിരിക്കുമല്ലേ. നിങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യാറെന്നുള്ളത് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് മന്ത് വാങ്ങിയത് ഞാൻ അതെടുത്ത് മാറ്റിയിട്ടില്ല, കാരണം അത് ഇപ്പോഴും ആ ഒരു സ്മെല്ലുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇതും അവിടെ വെച്ച് കൊടുത്തു. ഞാനിവിടെ നാട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ ഒരു ബാച്ച് കാർഗോ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഇതാ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാം. ഇനിയിപ്പം അതെല്ലാം ഓപ്പൺ ചെയ്ത് ഓരോന്നും സോർട്ട് ചെയ്ത് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കണം. അതിൽ നല്ലൊരു ശതമാനം ഓർഡേഴ്സ് കിട്ടിയ ഐറ്റംസ് ആണ് കേട്ടോ. ഇതാണ് നമ്മുടെ കാർഗോ ഇപ്പോൾ റീസെൻ്റ്ലി വന്നത്. നല്ലൊരു ശതമാനം ഓർഡേഴ്സ് കിട്ടിയ ഐറ്റംസാണ് ഇതിലുള്ളത്. അപ്പം ഇനിയിപ്പം കൊറിയർ ടീമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്നിട്ടെല്ലാം ഓപ്പൺ ചെയ്യും. ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം ഞാനതെല്ലാം ലേബൽ ചെയ്ത് കൊടുക്കണം. പേരെഴുതി കൊടുത്താൽ അവർ തന്നെ എടുത്ത് പോയിക്കോളും. എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് എനിക്ക് നടക്കില്ല. കഴിഞ്ഞ തവണ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓറും കൂടിയായിരുന്നു കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായത്. ഇത്തവണ ഞങ്ങൾ നാട്ടിലില്ലാത്തപ്പോഴും നമ്മുടെ കൊറിയർ ടീം തന്നെയാണ് വന്നിട്ട് അതൊക്കെ തുറന്നിട്ട് പിന്നെ അവരോട് ഇന്ന ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെടുത്തിട്ട് അയച്ചു കൊടുക്കാറാണ് പതിവ്.
അങ്ങനെ അതിനിടയിലൊരു ചായ ഉണ്ടാക്കി. പിന്നെ മക്കളെല്ലാം നല്ല ഉറക്കമാണ് കേട്ടോ. ഇഷാനും ഇനായാണുള്ളത്. അപ്പോൾ അവർ രണ്ടുപേരും നല്ല ഉറക്കം. കാരണം ഇവർ പിന്നെ മോന് ഞാൻ പറഞ്ഞില്ലേ മന്ത്ലി ഒരു ലീവാണ് എനിക്ക് കിട്ടുന്നത്. ആ ദിവസം വന്നു കഴിഞ്ഞാൽ ആണ് അവൻ ഏതെങ്കിലും ലേറ്റസ്റ്റ് ഫിലിംസ് കാണുന്നതും. ലേറ്റാവും അവൻ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അവിടെ ഹോസ്റ്റലിൽ നിന്നെല്ലാം സ്ട്രിക്റ്റായിട്ടൊരു ടൈം വെച്ചിട്ടെല്ലാം ഉറങ്ങുന്നതാണല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ലേറ്റാവും. അപ്പോൾ രണ്ടാളും കൂടി ടി വി ഒക്കെ കണ്ടിട്ട് ഉറങ്ങിയത് തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വിളിച്ചിട്ടില്ല. അവർ എഴുന്നേറ്റ് വരുമ്പോഴെന്നെ ഏകദേശം 11:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചായ എല്ലാം കുടിച്ചു. അവർക്കുള്ള ബ്രെഡ് വാട്ടിയത് ആക്കി കൊടുത്തു. ബ്രെഡ് ടോസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. പിന്നെ സ്പെഷ്യലി നമ്മുടെ നാടൻ ബ്രെഡ്, ഇവിടുത്തെ ബ്രെഡ് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. UAE-ലെന്ന് വെച്ചാൽ കുറച്ച് ഈസ്റ്റ് കൂടുതലുള്ള പോലത്തെ ഒരു ഫീലാണ്. എനിക്കതുകൊണ്ട് അവിടെ നിന്ന് ബ്രെഡ് വാട്ടി കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമാകാറില്ല സത്യം പറയുകയാണെങ്കിൽ. ഇവിടുന്ന് നല്ല പശു നെയ്യൊക്കെ ഇട്ടിട്ട് ബ്രെഡ് വാട്ടിയാൽ ഭയങ്കര ടേസ്റ്റാണ്. അതങ്ങനെ തന്നെ എടുത്ത് കാസറോൾ വെച്ച് കൊടുത്തു. രാവിലെ എണീറ്റ ഉടനെ ചായയും ബ്രെഡ് വാട്ടിയതും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി. യൂണിബിക്കിൻ്റെ ബിസ്ക്കറ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതുവേ. അപ്പം അതിൽ തന്നെ ഷുഗർ ഫ്രീയും പിന്നെ വീറ്റിൻ്റെ ഒരു ബിസ്ക്കറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്യുന്നത്. ബിസ്ക്കറ്റ്സ് ചായൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പേടിയ കാരണം, അതായത് വണ്ണം വെക്കാനെല്ലാം നല്ല അടിപൊളി സാധനമാണല്ലോ, അതുകൊണ്ട് തന്നെ മാക്സിമം ഒഴിവാക്കാറാണ് പതിവ്. അപ്പോൾ ഈ യൂണിബിക്കിൻ്റെ ഈ ഒരു ഐറ്റം കണ്ടപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും അത് കഴിച്ച് നോക്കുമ്പം ഭയങ്കര ടേസ്റ്റ്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടൊക്കെ പോകുമ്പം കൊണ്ടുപോകണം എന്നുള്ളത്. കാരണം അത്യാവശ്യം ഇങ്ങനെ ബിസ്ക്കറ്റ്സ് കഴിക്കണം എന്നുള്ള ഒരു ക്രേവിങ്സ് ഒക്കെ ഉള്ള സമയത്ത് ഇതെടുത്ത് കഴിക്കാമല്ലോ. സ്വീറ്റില്ല, മാത്രമല്ല മൈദയും ഇല്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ. ഇനി വരും വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കുറച്ച് പ്രോഡക്ട്സിൻ്റെ സാമ്പിളാണ് കേട്ടോ ഇത്. ഓരോ ഐറ്റംസ് ഞാനിവിടെ സെപ്പറേറ്റ് കാർഗോ ആയിട്ട് വരുത്തിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ബൾക്ക് ഓർഡറിൻ്റെ മൊത്തം ഐറ്റംസ് നാട്ടിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ടൈം എടുത്തിട്ടാണ് ഇവിടെ എത്തുക. ഏകദേശം സമയമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നൊരു 10 ഡേയ്സ് കൊണ്ട് സാധനങ്ങൾ മുഴുവൻ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അയച്ച എല്ലാ പ്രോഡക്റ്റ്സും ഇവിടെ എത്തും. അപ്പം കഴിഞ്ഞ തവണ നാട്ടിൽ വന്ന സമയത്ത് ഈ ഒരു പാർസൽ നമുക്കിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം നല്ല ബിസി ആയിരുന്നു. ഇവിടെ ഇനിയിപ്പോൾ 1 മന്ത് ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ എല്ലാത്തിൻ്റെയും വീഡിയോ എടുത്ത് എന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. ഇവിടുന്ന് പോകുന്നതിന് മുൻപ് എല്ലാ സാധനങ്ങളും സോർട്ട് ചെയ്ത് ഓരോരുത്തരുടെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം. പിന്നെ വെച്ചാൽ കാർഗോ അവിടുന്ന് നമ്മൾ നേരത്തെ വിട്ടത് കൊണ്ട് തന്നെ ഒരുപാട് താമസമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ പ്രോഡക്റ്റ്സ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും കേട്ടോ. അപ്പം ഇനി വരുന്ന ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പെട്ടെന്ന് തന്നെ ഇപ്പം ഇന്ന് വീഡിയോ ഇട്ടതുപോലെ തന്നെ വേഗം തന്നെ വീഡിയോസ് ഇടാനാണ് പ്ലാൻ. അപ്പം വിഷാന് വേണ്ടി ഞാൻ പാസ്ത ഉണ്ടാക്കുന്നുണ്ട്. അവന് ഭയങ്കര ഇഷ്ടമാണ് പാസ്തയെല്ലാം. അവന് എപ്പോഴെങ്കിലല്ലേ കഴിക്കുന്നുള്ളൂ. അവിടെ ഹോസ്റ്റലിൽ നോർമൽ ഫുഡ്സാണ് എപ്പോഴും ഉണ്ടാകുക. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലാണ് അവൻ എന്തെങ്കിലും ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കുന്നത്. അങ്ങനെ പാസ്ത നല്ല ആൽഫ്രെഡോ പാസ്ത റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിനിടയിൽ പിന്നെ അവർ എണീറ്റു, ചായയൊക്കെ കുടിച്ചു. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു, നല്ല ഇരുടോട് കൂടിയിട്ടുള്ള മഴ. അപ്പോൾ ഇഷാൻ എന്നെ വിളിച്ചു. ഞങ്ങൾ രണ്ടുപേരും പുറത്ത് പോയി ഇരുന്ന് കുറച്ച് നേരം ആ മഴ ഒന്ന് ആസ്വദിച്ചു. അടിപൊളി മഴയായിരുന്നു. സാധാരണ പെട്ടെന്ന് മഴ വന്ന് പെട്ടെന്ന് തീരാറുണ്ട്. പക്ഷെ ഇത് കുറച്ച് നേരം ലാസ്റ്റ് ചെയ്തൊരു മഴയായതുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് അതെല്ലാം ഒന്ന് ആസ്വദിച്ചു. ആൽഫ്രെഡോ പാസ്തൻ്റെ റെസിപ്പി ഞാൻ മുൻപ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിലിട്ടിട്ടുണ്ട്, അതുപോലെ ഇൻസ്റ്റഗ്രാമിലിട്ടിട്ടുണ്ട്. സൂപ്പർ മോം ആൽഫ്രെഡോ പാസ്ത എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. വേണ്ടവർ അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിട്ടോ. ഇവനാണിപ്പോൾ നാട്ടിൽ പഠിക്കുന്നത്. +1 +2ൻ്റെ കൂടെ എൻട്രൻസ് കോച്ചിങ് അതാണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2nd ഇയർ ആയി. ഇത്തവണത്തെ JEEക്കുള്ള പ്രിപ്പറേഷനാണ് ഇപ്പം ഈ കഴിഞ്ഞ ഒരു വർഷം, ഇതിപ്പോൾ 2nd ഇയറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ. അപ്പോൾ അവനിന്ന് ഈവനിങ്ങിൽ പോവാണ് ഹോസ്റ്റലിലേക്ക് തിരിച്ച്. അപ്പോൾ ഞാൻ ഒറോട്ടിയും പിന്നെ ചിക്കൻ വരട്ടിയതും ഇത് പാക്ക് ചെയ്തിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതാ ചിക്കൻ വരട്ടിയത് റെഡിയാക്കിയാണ്. ഒറോട്ടി നേരത്തെ പ്രിപ്പയറാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പി അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്നൊന്ന് ഷെയർ ചെയ്യാം. നമുക്ക് കുക്കറിൽ ചിക്കനും മുളക്, മഞ്ഞൾ, പിന്നെ ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി കുറച്ചധികം വേണം. അതുപോലെ 2 വലിയ ഉള്ളി, ഇതൊക്കെ നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ ജസ്റ്റ് ഒറ്റൊരു വിസിൽ അടിക്കുക. ആ ഒരു വിസിൽ മാത്രം മതി കേട്ടോ. കാരണം ഈ ഉള്ളി ഒന്ന്
പിന്നെ ഉടയാൻ വേണ്ടിയിട്ടാണ്. ഒരു വിസിലടിക്കുക. അതിനുശേഷം നമ്മളൊരു കുക്കിംഗ് പോട്ട് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നല്ലപോലെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം നമ്മുടെ ഈ കുക്കറിൽ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ആ ഉള്ളി ഒന്ന് ഉടച്ചെടുത്ത് എന്നിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കൂല കേട്ടോ ചിക്കൻ വേവിക്കുമ്പം, അതായത് കുക്കറിൽ. കാരണം ചിക്കനിന്നും ഉള്ളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുമല്ലോ, ആ വെള്ളമാണ് നിങ്ങളിപ്പോൾ ഇതിൽ കാണുന്നത്. അതിന് ശേഷം നല്ലപോലെ അതൊന്ന് വഴറ്റിയെടുക്കുക, മീൻസ് വരട്ടിയെടുക്കുക. ഇളക്കിയിട്ട് വരട്ടിയെടുക്കുക. കുറച്ച് നേരം മൂടി വെച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ട്. ശേഷം ഞാനിതൊരു വാഴയില കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് വാഴയില എടുത്ത് അത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തു. നമ്മുടെ ഒറോട്ടി ഉണ്ടാക്കിയ ആ സെയിം കല്ലിൽ തന്നെ വെച്ചിട്ടൊന്ന് വാട്ടിയെടുത്തു. അതെന്നിട്ട് ഈ ഒറോട്ടിയും ചിക്കൻ വരട്ടിയതിട്ട് ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ. സമയം ഏകദേശം 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് സിസ്റ്റർ അവളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലഞ്ച് അവിടെ നിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ ഉമ്മയും ഉപ്പയും എല്ലാവരും ഉണ്ട്. പിന്നെ സിസ്റ്റർ വീട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഞാൻ വരുന്നത്. ആകെ ഒരു 10 മിനിറ്റ്സിൻ്റെ ഡിഫറൻസേ ഉള്ളൂ ഞങ്ങളെ വീടും അവരുടെ വീടും എല്ലാം ആയിട്ട്. അപ്പം 2 മണി ആയിട്ടുണ്ട്. കാരണം ഞാൻ ഇതെല്ലാം പ്രിപ്പയർ ആക്കി വരുമ്പോഴേക്കന്നെ സമയം ലേറ്റായി. അവരെന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ചിക്കൻ ഒന്ന് റെഡിയാകുന്നതിൻ്റെ ഇടയിൽ അവിടെയുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തു. അതായത് കിച്ചൺ പണി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിൻ്റെ ഇതിൽ കുറച്ച് അലങ്കോലമായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഒന്ന് നീറ്റാക്കി അതിന് ശേഷം അവൻ്റെ ഐറ്റം പാക്ക് ചെയ്യണം. അതിനിടയിൽ അവൻ്റെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചു. കാരണം പിന്നെ അവിടെ നിന്ന് തന്നെ അവനെ ബസ് കയറ്റി കൊടുക്കാനുള്ള പ്ലാനായിരുന്നു. നമ്മുടെ അരി ഒറോട്ടി കണ്ണൂരിലാണ് ഈ ഒരു ഒറോട്ടി നിങ്ങൾ യൂഷ്വലി കാണുന്നുണ്ടാവുക. ആ ഒരു ഒറോട്ടി ആണ് ഉണ്ടാക്കിയത്. ഇത് പുഴുങ്ങലരി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഒറോട്ടി ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ നമുക്കിപ്പം റെഡി ടു മേക്ക് ആയിട്ടുള്ള പൊടികൾ കിട്ടാണ്ട്. പണ്ടൊക്കെ മില്ലിൽ നിന്നൊക്കെ പൊടിച്ചിട്ടാണ് ഈ ഒരു അരി ഒറോട്ടി ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അരി കുതിർത്തിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അതൊന്നുമില്ല. ഇപ്പം ആമീസ് എന്ന് പറഞ്ഞ അരി ഒറോട്ടി പൊടി അതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പം നല്ലപോലെ പശു നെയ്യൊക്കെ പുരട്ടി കുടിച്ചിട്ടുണ്ട്. ശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ വരട്ടിയത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും അരി ഒറോട്ടി വെച്ച് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് പാക്ക് ചെയ്തു. അടിപൊളി ടേസ്റ്റാണ്. എന്താ നോർമലി ഇത് ഈ ഒരു ഐറ്റം ഇങ്ങനെ ഗൾഫിലേക്ക് പോകുമ്പോഴൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ട്രാവലിംഗ് എല്ലാം ഉദ്ദേശിക്കുന്നതാണെങ്കിൽ അപ്പോഴും പാക്ക് ചെയ്തൊക്കെ എടുക്കും. നല്ല രസമാണ് ഇതിങ്ങനെ ഇലയിലൊക്കെ പൊതിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി കൂടിയാണ്. അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഇൻഗ്രീഡിയൻസ് ആയാലും അത് ഉണ്ടാക്കുന്ന മെത്തേഡും എല്ലാം വളരെ സിമ്പിളാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ വിധത്തിൽ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യട്ടോ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതിൻ്റെ ഒരു ചെറിയൊരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം ആക്കുമ്പോൾ എന്തായാലും അതൊരു വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം ആ ഒരു വരട്ടിയത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഇങ്ങനെ ഒരു കൊതിയാവുന്നൊരു ടൈപ്പ് വരട്ടിയതാണ് കാണുമ്പോൾ. നല്ല ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഈ ഒരു രീതിയിൽ. അങ്ങനെ പെട്ടെന്ന് പോയി റെഡിയായി. അതിന് ശേഷമുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഓർമ്മ ഉണ്ടായിട്ടില്ല സംഭവം. അവിടെ എത്തിയപ്പോഴാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതൊന്നും ഇൻക്ലൂഡ് ചെയ്തില്ലല്ലോ എന്നുള്ളത് ഓർത്തത്. അങ്ങനെ അവിടെ എത്തിയപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു സിസ്റ്റർ വീട്ടിലെത്തിയ സമയത്ത്. അതുവരെ അങ്ങനെ ഒരു സംഭവമേ ഓർമ്മ ഉണ്ടായിട്ടില്ല. ഫുള്ളായിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാം വിട്ടുപോയി. അങ്ങനെ ഞങ്ങളിതാ അവളുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എൻ്റെ നേരെ മൂത്ത ആളാണ് ഇവള്. പിന്നെ ഞങ്ങൾ 4 പേരാണ്. ഞാനും ഇവളാണ് മൂത്തത്. പിന്നെ ഞാൻ, അതിനുശേഷം ഒരു ബ്രദറുണ്ട്, അവൻ ഫാമിലി എല്ലായിട്ട് ഷാർജയിലാണ്. പിന്നെ വരുന്നത് ഒരു സിസ്റ്ററാണ്, അവൾ കൊല്ലത്ത് സെറ്റിൽഡാണ്. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ വന്ന് അവൾ ഫുഡൊക്കെ ടേബിളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെയും വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഉമ്മയും ഉപ്പയും എല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഉമ്മയും ഉപ്പയും തൊട്ടടുത്താണ് താമസിക്കുന്നത്. പിന്നെ ഈവനിങ്ങിൽ
തിരിച്ച് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു പോയത്. പക്ഷെ ഉമ്മ രാത്രി പോകാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് നിർത്തി. അതിനിടയിൽ ഞാൻ ഇഷാനെ കൊണ്ടുപോയി ബസ് സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് ആകെ ഒരു അത്രയും ചെറിയ ഡിസ്റ്റൻസാണ് ബസ് സ്റ്റേഷനിലേക്ക്. അവിടെ പോയി ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു. അവൻ അവിടുന്ന് നേരിട്ട് കാലിക്കറ്റിലേക്ക് പോയി. നല്ല ലഞ്ചായിരുന്നു. അതായത് ബീഫ് ബിരിയാണി, അൽസ, ചിക്കൻ ഫ്രൈ, പിന്നെ സാലഡ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി ലഞ്ച് കഴിച്ചു. ഇത്തവണത്തെ ഈ ഒരു വെക്കേഷനിൽ നമുക്ക് കാര്യമായിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അതായത് എൻ്റെ സിസ്റ്റർ മോളുടെ കല്യാണം വരുന്നുണ്ട് ഇൻഷാല്ല നെക്സ്റ്റ് മന്ത്. അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനിലും കൂടിയാണ് ഞങ്ങളെല്ലാവരും. എൻ്റെ മോൾ ജാറിൻ്റെ കല്യാണത്തിന് ശേഷമുള്ള കല്യാണമാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മളെല്ലാവരും അതിൻ്റെ ഒരു ത്രില്ലിലാണ്. ഇവളാണ് ബ്രൈഡ്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ ഇഷാനെ ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം മഗ്‌രിബൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 8 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്. ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടാകണം. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.